ശക്തമായ നടപടികളുമായി പോകുന്നു. അറസ്റ്റ് എന്നതിൽ കവിഞ്ഞ് മറ്റൊരു നടപടിയുമില്ല. MLA ആണെങ്കിലും അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണോ? അല്ല, ഇന്ന് രാവിലെ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് നിയമാനുസൃതമായി കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. അത് അവരുടെ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമാണ്. ആ നിർവഹണവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള മുൻവിധിയോ നിർദ്ദേശമോ ഒന്നും തന്നെ ഗവൺമെന്റോ മറ്റാരെങ്കിലുമോ നൽകിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. പോലീസ് നിയമാനുസൃത നടപടി സ്വീകരിക്കുകയാണ്. ആ നിയമാനുസൃത നടപടിയുടെ ഭാഗമായാണ് ഈ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നടത്തുന്ന ശ്രമം. അതിനാൽ മറ്റെന്തെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ച് അത് എന്റെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അതായത് ചെയ്ത കാര്യങ്ങൾക്ക് നിയമപ്രകാരമുള്ള നടപടികളാണ്. പക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തനിക്കെതിരെ ഇത്തരം നടപടികൾ ഉണ്ടാകുമായിരുന്നു. ഈ വിഷയത്തിൽ തന്നെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത് ദിവസങ്ങൾക്കിടെ പല മനുഷ്യരുടെയും ജീവനുകൾ പൊലിഞ്ഞു, വേണ്ട ഒരു ഇടപെടലും ഉണ്ടായില്ല. നിലമ്പൂരിലെ മണി എന്ന യുവാവിന്റെ മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പോലും സമയത്ത് നടന്നില്ല എന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയുള്ള ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അല്ല, ആരോപണം ഇന്ന് രാവിലെ അവിടെ ഉൾവനത്തിൽ വെച്ചാണ് ആന അവിടെ ഒരു ആദിവാസി യുവാവിനെ ആക്രമിച്ചു കൊന്നത്. വനത്തിനകത്ത് നടന്ന സംഭവമാണ്. നമ്മൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് വനത്തിൽ നിന്നും വന്യജീവികൾ നാട്ടിലിറങ്ങി വന്ന് കൊലപാതകം നടത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ആദിവാസി യുവാവാണ് എന്ന പരിഗണന വെച്ച് അവർക്ക് സാധാരണ കൊടുക്കുന്ന എല്ലാ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് രാവിലെ തന്നെ തീരുമാനമെടുക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് അവിടെ പ്രതിഷേധം ഉണ്ടായത്. വെറും പ്രതിഷേധമായിരുന്നെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായ പ്രതിഷേധം പോലെ ഇത്തരത്തിലുള്ള കേസോ അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല. ഇത് ഓഫീസ് തകർക്കുകയാണ് ചെയ്തത്. അങ്ങനെ തകർക്കുന്നതിനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും അത് വ്യാപിക്കും. അത് അരാജകത്വത്തിലേക്കല്ലേ വഴി നീക്കുക. നമുക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം അക്രമത്തിനുള്ള സ്വാതന്ത്ര്യമായി കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങളും ആലോചിക്കുന്നത് നന്നായിരിക്കും. അല്ല, നമുക്കതിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ നിയമപ്രകാരമുള്ള നടപടികൾ എന്തായാലും എടുക്കണം. ഒരു ഓഫീസ് തകർത്തു കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് പോക്ക് ആ നടപടിയിൽ തന്നെയാണല്ലോ. ഒറ്റ കാര്യം കൂടി മിനിസ്റ്റർ, ഇപ്പോൾ ഇവിടെ കാട്ടിനുള്ളിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കോതമംഗലത്തടക്കം കൂപ്പിൽ വെച്ചും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. അപ്പൊ ഈ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ വേണ്ട രീതിയിൽ ഇല്ല എന്നൊരു പരാതി നാട്ടുകാർ പല സംഭവങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം, അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ഇതൊക്കെ സർക്കാരിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളാണ്. മിനിസ്റ്റർ, അത് നമ്മൾ എത്രയോ മരണങ്ങൾ കണ്ടു. അപ്പോഴൊക്കെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി കഴിഞ്ഞ 3 കൊല്ലത്തെ മരണനിരക്ക് എടുത്തു നോക്കിയാൽ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യസന്ധമായ ഒരു സ്ഥിതി. പക്ഷെ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടുകൂടാ. ആരും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിപ്പോ ഈ ആളുകളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. ഓരോ മരണം കഴിയുമ്പോഴും അവിടെ എത്തുന്നു, മന്ത്രിമാരെത്തുന്നു, ജനപ്രതിനിധികൾ എത്തുന്നു. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടാകുന്നു പറയുന്നു. പക്ഷെ അത് ഈ പറച്ചിൽ മാത്രമാണ്. ആളുകളുടെ സുരക്ഷ ഒരുക്കുന്നതിൽ വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല. നാട്ടുകാർക്ക് പരാതിയുണ്ട്. മുമ്പാണല്ലോ തൊടുപുഴയിൽ ഒരു മരണം ഉണ്ടായത്. അവിടെ ഇന്ന് അവിടെ ഫെൻസിങ് കെട്ടുന്ന പ്രവർത്തനം ആരംഭിച്ചല്ലേ? അല്ല, ആ ഫെൻസിങ് കെട്ടുന്ന കാര്യങ്ങൾ നേരത്തെ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വാട്സാപ്പിലൂടെയൊക്കെ മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മള് 6 കൊല്ലമായി. അല്ല മിനിസ്റ്റർ, ഇന്നോ ഇന്നലെ അല്ലല്ലോ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ മരിക്കാൻ തുടങ്ങിയത്. കുറെ നാളായില്ലേ? നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഫലപ്രദമായ നടപടി. അല്ല മിനിസ്റ്റർ, ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ ഓരോ മരണശേഷവും പിന്നെയും ഇങ്ങനെ ആളുകൾ നിലവിളി കൂട്ടിയിട്ട് മാത്രമാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് നാട്ടുകാരുടെ ഇടയിലുള്ള പ്രതിഷേധം. ജനങ്ങളുടെ അവകാശത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അതേസമയത്ത് അത് അക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ ഗവൺമെന്റിന്, പോലീസിന് അവരുടെ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയിൽപ്പെട്ട കാര്യമാണ്. അവരെ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണ്. നിയമത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ രീതിയിൽ നടപടികളുമായി പോട്ടെ. വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരണം അറിയിച്ചതിന്.